ഇൻഷുറൻസ് ഉള്ള പോലീസ് വാഹനം തടഞ്ഞ് ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞ് പിഴയിട്ടതിന് പിന്നാലെ MVIക്കെതിരെ കേസെടുത്തു. വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചതിനും സോഷ്യൽ മീഡിയ വഴി വാർത്ത പ്രചരിപ്പിച്ച് പോലീസ് സേനയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കിയതിനുമാണ് ഇപ്പോൾ കേസ്. അതിനിടയിൽ പോലീസ് ജീപ്പിന് പിഴയിട്ട ഈ MVI PV ബിജുവിന്റെ സ്വന്തം വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള രേഖകൾ പോലീസ് പുറത്തുവിടുകയും ചെയ്തു. ഷബാസ് അഹമ്മദ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷബാസ്, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ അയാൾക്ക് തോന്നുംപടി പിഴ ചുമത്താനോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാനോ പറ്റുന്ന ആളല്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ രേഖകളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് കുറ്റം ചെയ്തിട്ടുണ്ട്, നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാം, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ പോലീസിനെതിരെ ഒരു പ്രതികാര നടപടി പോലെ ഇയാൾ എന്തിനാണ് ഇത്തരത്തിലൊരു ആവേശം കാണിച്ചത്, എടുത്തിയാടി എന്തിനാണ് നടപടി സ്വീകരിച്ചത്, അത് സോഷ്യൽ മീഡിയ ഇട്ട് ആഘോഷിക്കുകയും കൂടി ചെയ്തു. എന്താണെങ്കിലും പോലീസ് തിരിച്ചതല്ല 8ന്റെ പണി കൊടുത്തു അല്ലേ ഷബാസ്? ഷിയാസ്, വടക്കാഞ്ചേരി പോലീസും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്ന വടക്കാഞ്ചേരി SI ബദറുദ്ദീന്റെയും സംഘത്തിന്റെയും വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് ഇൻഷുറൻസ് ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് ഫൈൻ ചുമത്തിയത്. ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് 4000 രൂപയായിരുന്നു പോലീസ് ജീപ്പിന് മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയത്. ഉത്രാളിക്കാവിന് സമീപത്ത് വെച്ച് ഈ പോലീസ് വാഹനത്തിന് കുറുകെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനം ഇട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നത്. അതിന് പിന്നാലെ തന്നെ ഈ വാഹനം തടഞ്ഞ് ഫൈൻ ചുമത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു ഇത് വലിയ രീതിയിൽ ആഘോഷമാക്കി. പോലീസ് വാഹനം തടഞ്ഞ് ഫൈൻ ചുമത്തി എന്നത് വലിയ വാർത്തയാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പോലീസ് ഒരു രേഖ പുറത്തുവിട്ടു. ആ രേഖയിൽ ഈ പോലീസ് വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖയായിരുന്നു. ഇതോടെ MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വെട്ടിലാവുകയായിരുന്നു. അതിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഒരു വിശദീകരണം എന്നത് പരിവാഹൻ സൈറ്റ് നോക്കിയാണ് ഇക്കാര്യങ്ങൾ ഫൈൻ ചുമത്തിയത്. ആ പരിവാഹൻ സൈറ്റിൽ ഇക്കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ പോലീസ് അതുകൊണ്ട് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ഈ വാഹനം തടഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഒപ്പം തന്നെ വ്യാജ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും കാണിച്ചുകൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്പിൽ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ സ്വകാര്യ വാഹനത്തിന് പൊല്യൂഷൻ രേഖകളില്ല എന്ന് കാണിക്കുന്ന പല ചിത്രങ്ങളും ഒപ്പം രേഖകളും പോലീസ് പുറത്തുവിടുകയുണ്ടായി. അങ്ങനെ പോലീസും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള പോര് കൂടുതൽ കടുക്കുകയാണ്. ഇനി ഏത് രീതിയിലാണ് ഇത് അവസാനിക്കുക എന്ന് കാണാനാണ് എല്ലാവരും കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. ശരി ഷബാസ്, ഈ പോരങ്ങനെ തുടരട്ടെ. ഇതെവിടം വരെ പോകും നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ സ്വന്തം വാഹനത്തിന് ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്, പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇയാൾ എന്തൊക്കെ ലംഘനങ്ങളുടെ പേരിൽ സാധാരണക്കാരായ എത്ര പേരുടെ മേൽ എന്തൊക്കെ തരത്തിലുള്ള നടപടിയും പിഴയും ഒക്കെ ചുമത്തിയിട്ടുണ്ടാവും. റോഡിൽ ഒരു നിയമലംഘനങ്ങളും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ സ്വന്തമായി തനിക്കെന്തുമാകാം എന്ന് കരുതുന്നതും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇയാൾക്കെതിരെ, ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ശക്തമായ നടപടി കൂടി ഉണ്ടാവേണ്ടതാണ്.